ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 39 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിനകത്ത് 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചെയ്യാം. ആദ്യം ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചോദ്യം വായിച്ചല്ലോ. ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. 11 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ 3 വശവും തുല്യമായിരിക്കും അല്ലേ? സമഭുജ ത്രികോണം. ഈ 3 വശങ്ങളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 11 കിട്ടണം. ഈ 3 വശങ്ങളുടെയും കൂടെ തുകയാണ് 11 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിനെ എത്രയായിട്ട് ഭാഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ 11 സെൻറ്റിമീറ്റർ 3 വശങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ 3 ഭാഗിക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 1 1 ഓരോരോ സെൻറ്റിമീറ്റർ വീതം ഭാഗിക്കാം. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 2 2 എന്ന് ഭാഗിക്കാം. 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 3 3 എന്ന് ഭാഗിക്കാം. ഇപ്പം 11 ആണ്. 12 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഭാഗിക്കാമായിരുന്നു? 4 4 4 3 12. ഓരോ വശങ്ങളും 4 സെൻറ്റിമീറ്റർ വീതം ഭാഗിക്കാമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ 11 അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ 6 സെൻറ്റിമീറ്റർ എടുക്കാം, അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പം 6 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഓരോ വശത്തിൻ്റെ നീളം എത്രയായിട്ട് വരും? 2 2 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു കോൺ വരയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു സ്ലാൻഡിങ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനെ 3 ഭാഗിക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്ത് 2 2 സെൻറ്റിമീറ്റർ വീതമുള്ള ആ 3 ഭാഗങ്ങളാക്കി മാറ്റാം. നമുക്കിതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം 11 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും കൂടെ തുക നമുക്ക് എത്രയാണ് വേണ്ടത്? 11 സെൻറ്റിമീറ്റർ. ആദ്യം ചെറിയൊരു അളവ് കോണായിട്ട് എടുക്കുക. ചെറിയൊരു കോണളവ് എടുക്കുക. അത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുക്കുക. നമുക്ക് സ്കെയിൽ വെച്ച് 6 സെൻറ്റിമീറ്റർ തന്നെ ആദ്യമേ എടുക്കാം. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുക. ആറ് സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തു. ഇതിനെ 3 ഭാഗങ്ങളാക്കുക. 2 2 സെൻറ്റിമീറ്റർ വീതമുള്ള 3 ഭാഗങ്ങളാക്കുക. നമ്മൾ സ്കെയിൽ വെച്ച് എടുക്കുമ്പോഴേ അടയാളം കൊടുത്തിരുന്നാൽ മതി. അവസാന ഭാഗം ഈ എൻഡുമായിട്ട് യോജിപ്പിക്കുക. ഈ അറ്റവുമായിട്ട് യോജിപ്പിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്തത് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഈ 3 പോയിന്റിലൂടെ സമാന്തര വരകൾ ഈ വരയ്ക്ക് സമാന്തരമായിട്ട് വരയ്ക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെ വയ്ക്കുക. മനസ്സിലായോ? സെറ്റ് സ്ക്വയറിൻ്റെ ഈ അറ്റം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് സ്കെയിൽ അതിനോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് വേണം നീക്കി കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മളിങ്ങനെ നീക്കി കൊണ്ടുവരുമ്പോൾ മറ്റേ സൈഡ് വേണമെങ്കിലും വയ്ക്കാം. ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സ്കെയിലും കൂടെ ചേർത്ത് പിടിക്കുക. കാരണം നമ്മളിങ്ങോട്ട് നീക്കി കൊണ്ടുവരുമ്പം
സ്കെയിൽ നീങ്ങാൻ പാടില്ല. മനസ്സിലായോ? ഒരെണ്ണം വരച്ചു. ഇനി കൈ എടുക്കാതെ വീണ്ടും നീക്കി കൊണ്ടുവരിക. അടുത്ത പോയിന്റ് ഇതാണ്. ഇനി കൈ മാറ്റുക, സ്കെയിൽ മാറ്റുക, വരയ്ക്കുക. ഇപ്പം കിട്ടിയല്ലേ? ഈ 3 ഭാഗങ്ങളുടെയും നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം നമുക്ക് താഴേക്ക് വരയ്ക്കാം. ഇത് ഒരു വശമായിട്ട് എടുക്കാം. ഒരു വശമായിട്ട് എടുത്തിട്ട് മറ്റ് 2 വശങ്ങളുടെ അളവെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ത്രികോണം പൂർത്തിയാക്കാം. ഇവിടെ വെച്ചിട്ട് ചാപം വീശുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ആ ചാപത്തെ ഗണ്ണിക്കുക. കിട്ടിയില്ലേ? നമ്മൾ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും കൂടെ ആകെ തുക എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ സം ഓഫ് 3 സൈഡ്സ്. ഈ 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 11 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ എടുത്തല്ലേ കട്ട് ചെയ്തത്. നമുക്ക് 9 സെൻറ്റിമീറ്റർ എടുത്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പം കുറച്ചുകൂടി നീളത്തിൽ പോകും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് നമ്മളിപ്പം വരയ്ക്കാൻ പോകുന്നത്. സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വശങ്ങളുള്ളേ. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് പറയുന്നത്? ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. അതായത് 4 വശങ്ങളും കൂടി 15. അപ്പോൾ ഓരോ വശം എത്ര നീളമായിരിക്കണം? 15നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം 4ൻ്റെ ഗുണിതങ്ങൾ എടുക്കാം. 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓരോന്ന് വീതം, പിന്നെ 4, പിന്നെ എടുക്കാൻ പറ്റിയത് 8. 8 ആകുമ്പം 2 സെൻറ്റിമീറ്റർ ഉള്ള 4 ഭാഗങ്ങൾ. 4 ആകുമ്പോൾ ഓരോരോ സെൻറ്റിമീറ്റർ ഉള്ള 4 ഭാഗങ്ങൾ. പിന്നെ അടുത്ത എത്രയാണ്? 12. 12 ആകുമ്പോൾ എത്ര? 12നെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 4. 4 സെൻറ്റിമീറ്റർ ഉള്ള, പക്ഷേ നമുക്കിവിടെ 4 വശമല്ലേ. അപ്പം 3 കൊണ്ടല്ല ഭാഗിക്കേണ്ടത്, 4 കൊണ്ടാണ്. അപ്പോൾ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്രയാണ്? ആദ്യം 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുന്നു. 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ സ്കെയിൽ ഫുള്ള് വരും. പിന്നെ ഇത് നമുക്ക് ചെറുതാക്കിയും ചെയ്യാം. എന്നിട്ട് എന്താണ്? ചെറിയൊരു കോണ് വരയ്ക്കുന്നു. ചെറിയൊരു കോണ് വരയ്ക്കുന്നു. ആ കോണിൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം? 12 സെൻറ്റിമീറ്റർ എടുത്ത് 3 വീതം ഭാഗിക്കണം. കുറച്ചുകൂടി കോൺ ചെറുതാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? കുറച്ചുകൂടെ ചെറുതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും വരയ്ക്കാൻ.
വലിയ അളവായതുകൊണ്ട് ചെറിയ കോണളവ് എടുക്കുകയാണ്. അപ്പോൾ എത്ര വീതം എടുക്കണം? 3, 6, 9, 12. അവസാനത്തെ അറ്റം ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പം സമചതുരത്തിന് 4 വശങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ 4ആയിട്ട് ഭാഗിച്ചത്. നേരത്തെ കണക്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളായിരുന്നു, അതിന് 3 വശങ്ങളെ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 3ആയിട്ട് ഭാഗിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി പഴയതുപോലെ സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടി ചേർത്ത് വെച്ച് അവസാന വരയ്ക്ക്, ഈ വരയ്ക്ക് സമാന്തരമായിട്ട് ഈ 4 ബിന്ദുക്കളിൽ കൂടി വര വരയ്ക്കുക. ഇങ്ങനെ സ്കെയില് സെറ്റ് സ്ക്വയറും പിടിക്കുന്ന രീതി ശ്രദ്ധിച്ചു നോക്കുക. കുറച്ചുകൂടി നീട്ടി വെച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്, കാരണം അവസാനത്തെ ബിന്ദുവിൽ വരുമ്പോൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടോ? ചേർത്ത് പിടിക്കുക. എന്നിട്ട് നീക്കിക്കൊണ്ടുപോവുക. പിന്നീട് വലിയ അളവൊക്കെ വരുമ്പം വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 4 ഭാഗങ്ങളായി. ഇവിടെ സ്കെച്ച് ഇച്ചിരി ഡാർക്കായിട്ട് വന്നതേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുക്കണം. എന്തുകൊണ്ടാണ്? സ്ക്വയറിൻ്റെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കണം? 90 ഡിഗ്രി. അല്ലെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിൻ്റെ അറ്റം 90 അല്ലേ, അപ്പം ഇങ്ങനെ വെച്ചിട്ടും എടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി ഇങ്ങനെ എടുക്കാം. ഞാനിത് വെച്ച് ഡാർക്കായിട്ട് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ അളവ് കോമ്പസിൽ എടുക്കുക. എടുത്തിട്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക. നീളം കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ നീട്ടാം. ഓക്കെ, ഇപ്പം നീട്ടിയിട്ടുണ്ട്. ഇനി കോമ്പസിൽ ആ അളവ് തന്നെ എടുത്തിട്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ഇവിടെ വെച്ച് ആ ചാപത്തെ ഗണ്ണിക്കുക. ഇനി യോജിപ്പിക്കുക. സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക.
ഇത് അങ്ങനെ 4 വശവും കംപ്ലീറ്റ് ചെയ്ത് ഈ 4 വശങ്ങളുടെയും കൂടെ സം എന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഈ 4 വശങ്ങളും തുല്യ നീളമുള്ളവയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതും 4ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 15 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഓക്കെ. റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 20/6 ഇത്ര 6 3 18. 6ൻ്റെ ഗുണിതങ്ങൾ എടുത്താൽ മതി. 6 12 18. അപ്പോൾ 6ആയിട്ട് നമുക്ക് വായിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം 18ഒക്കെ എടുക്കുമ്പോൾ വലിയ അളവായിരിക്കും. പിന്നെ 10 സെൻറ്റിമീറ്റർ എടുത്തും വരയ്ക്കാം. 20 സെൻറ്റിമീറ്റർ സ്കെയിലിൽ തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. അപ്പോൾ 20 സെൻറ്റിമീറ്ററിന് 6 ഭാഗമാക്കുന്നതും 10നെ 3 ആക്കുന്നതും തുല്യമാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്ററിന് 3 വരുമ്പം 3 വീതം. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. 20 നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 10 എടുക്കാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ഇതിനെ ചെറിയൊരു കോൺ എടുക്കുക. ഇതിൽ ഒരു ചെറിയ കോൺ ഉണ്ടാക്കുക. അതെത്രയാണ്? ആ ലൈനിന് നീളം 9 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിനെ 3 വീതമുള്ള 3 ഭാഗങ്ങളാക്കുന്നു. 3 സെൻറ്റിമീറ്റർ വീതമുള്ള 3 ഭാഗങ്ങളാക്കുന്നു. 1 3 3 6 എടുക്കുമ്പോൾ തന്നെ അടയാളം കൊടുത്തു പോയാൽ നല്ലതായിരിക്കും. 6 9. അവസാനത്തെ അഗ്രം യോജിപ്പിക്കുക ഇങ്ങോട്ട്. ഇനി ഇതിന് സമാന്തരമായിട്ട് സമാന്തര രേഖ നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കളിൽ കൂടി വരയ്ക്കണം. ഓക്കെ. അതിന് സെറ്റ് സ്ക്വയറും സ്കെയിലും ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അങ്ങോട്ട് നീക്കി വയ്ക്കാം. പയ്യെ വേണം നീക്കി കൊണ്ടുപോകാൻ. ഓക്കെ. ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. മനസ്സിലായോ? എൽ ഷേപ്പ് പോലെ ആയില്ലേ? നീങ്ങരുത്. ഇനി നമ്മൾ ആ ബിന്ദുക്കളിൽ കൊണ്ടുവന്ന രേഖ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. ഒരെണ്ണം വരച്ച് ഇനി നീക്കി കൊണ്ടുപോവുക. ഇനി മാറ്റുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഹെക്സഗണാണ് വരയ്ക്കേണ്ടത്. ഹെക്സഗണിനകത്ത് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതുകൊണ്ടാണ് 3ആയിട്ട് പായിച്ചത്. ഈ ഭാഗം
ഒരു വശമായിട്ടെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് വരയ്ക്കണം? ഒരു ചാപം വരയ്ക്കുക. എന്നിട്ട് അതേ അളവ് മാറ്റാതെ ഇവിടെ വെച്ചിട്ട് ആ ചാപത്തെ ഗണ്ണിക്കുക. എന്നിട്ട് ത്രികോണം യോജിപ്പിക്കുക. നമുക്ക് കിട്ടുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഹെക്സഗൺ വരയ്ക്കുന്നത്? ഒരു സർക്കിള് വരയ്ക്കുക. എവിടെ വെച്ച് സർക്കിൾ വരയ്ക്കാം? ഇതാ ഈ അളവ്, നമ്മളെടുത്ത ഈ അളവ്. ഇനി ഒരു വൃത്തം വരയ്ക്കുക. ഇതിപ്പം കേന്ദ്രമായിട്ട് വരും. ഈ അളവ് കോമ്പസിലെടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഒരു വശം കിട്ടിക്കഴിഞ്ഞ് പിന്നെ 1, 2, 3, 4 അടയാളങ്ങൾ കൊടുത്ത് അടുത്ത ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ആ ബിന്ദുക്കൾ, അടയാളം കൊടുത്ത ബിന്ദുക്കൾ യോജിപ്പിക്കുകയാണ് ഇപ്പോൾ. കാണാമല്ലേ? ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. എല്ലാ വശവും തുല്യമാണ്. അപ്പം ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഇതിൻ്റെ പുറത്തൂടെ ഞാൻ ഒന്നുകൂടി തെളിച്ച് വരച്ച് കാണിച്ചു തരാം. ഉണ്ടോ? ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ ചിത്രം. അപ്പോൾ ഈ എക്സസൈസിലെ 3 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പോർഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.